കാനഡ സ്വപ്നം കാണുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025-ൽ 4 പുതിയ പദ്ധതികളാണ് കാനഡ ഒരുക്കിയിരിക്കുന്നത്. കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചാണ് കാനഡ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. കാനഡയിൽ യുവാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയും പ്രായമാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുതിയ പദ്ധതികളുമായി രാജ്യം എത്തിയിരിക്കുന്നത്. കൂടാതെ വിവിധ മേഖലകളിലെ തൊഴിൽക്ഷാമവും കാനഡയെ കൂടുതൽ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 2022-ൽ 4,37,000 ആളുകൾക്ക് കാനഡ സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകി. ഇത് 2021-ലെ 4,05,000 എന്ന റെക്കോർഡിനെ മറികടക്കുന്നു. 2025-ഓടെ 5 ലക്ഷം പേരെ എത്തിക്കാനാണ് കാനഡ ലക്ഷ്യമിടുന്നത്. കാനഡയിലെ ജനസംഖ്യാ വെല്ലുവിളികൾ നേരിടാനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനുമാണ് ഈ നടപടി. കാനഡ പുതിയ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഈ പദ്ധതികൾ തൊഴിൽക്ഷാമം പരിഹരിക്കാനും വിദേശ പൗരന്മാർക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത്. കാനഡ പ്രഖ്യാപിച്ച പുതിയ 4 പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ്, ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ്, മാനിറ്റോബാസ് വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് പൈലറ്റ് തുടങ്ങിയ പദ്ധതികളാണ് കാനഡ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ പദ്ധതിയും കാനഡയുടെ കൃത്യമായ കുടിയേറ്റ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിലിടങ്ങളിലെ ക്ഷാമം പരിഹരിക്കുന്നതിന് പുറമെ ഓരോ പ്രദേശത്തെയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഇത് സഹായിക്കുന്നുണ്ട്. എൻഹാൻസ്ഡ് കെയർ ഗിവർ പൈലറ്റ് പ്രോഗ്രാം ഗാർഹിക പരിചരണ തൊഴിലാളികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കുട്ടികളുടെ പരിചരണവും വീട്ടുജോലിയുമാണ് ഉൾപ്പെടുന്നത്. 2024 ജൂണിൽ ആരംഭിച്ച 2 പൈലറ്റ് പദ്ധതികൾക്ക് പകരമായിട്ടാണ് ഇത് വരുന്നത്. അപേക്ഷകർക്ക് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച്മാർക്ക് ടെസ്റ്റുകളിൽ ലെവൽ 4 ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമയ്ക്ക് തുല്യമായ യോഗ്യതയും ജോലി പരിചയവും മുഴുവൻ സമയ ഗാർഹിക പരിചരണ ജോലിക്കുള്ള ഓഫറും ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് കാനഡയിലെ ചെറിയ ഗ്രാമീണ സമൂഹങ്ങളിലെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ്. ഇത് കൂടുതലായും പുതിയ കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അപേക്ഷകർക്ക് സെക്കൻഡറി സ്കൂൾ യോഗ്യത, കൃത്യമായ വ്യവസ്ഥകൾ പാലിക്കുന്ന ഒരു തൊഴിലുടമയിൽ നിന്നുള്ള ജോലി ഓഫർ, കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച്മാർക്ക്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കാൻ ആവശ്യമായ രേഖകൾ, അപേക്ഷ സമയത്ത് ഒരു സാമ്പത്തിക വികസന സംഘടനയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്. ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് ക്യൂബിക്കിന് പുറത്തുള്ള ഫ്രാങ്കോഫോൺ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ താമസിക്കുന്ന ഫ്രഞ്ച് സംസാരിക്കുന്ന പുതിയ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ്. അപേക്ഷകർ വ്യവസ്ഥകൾ പാലിക്കുന്ന ജോലി പരിചയം, സെക്കൻഡറി സ്കൂൾ യോഗ്യത, നിയുക്ത തൊഴിലുടമയിൽ നിന്നുള്ള ജോലി ഓഫർ, ലെവൽ 5 ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം, താമസിക്കാൻ ആവശ്യമായ രേഖകൾ എന്നിവ വളരെ പ്രധാനമാണ്. മാനിറ്റോബാസ് വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് പൈലറ്റിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ പദ്ധതിയുടെയും യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാൻ അതത് വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ മതിയാകും. കാനഡയുമായി ബന്ധപ്പെട്ട നിരാശാജനകമായിരുന്ന വാർത്തയായിരുന്നു ഇത്രയും കാലം പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കുടിയേറ്റക്കാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്.